How many of you have come here with faith? എത്ര പേർ ഈ പകൽക്കാലം വിശ്വാസത്തോടെ ഈ പകൽക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്? Let me see your hands. കരങ്ങൾ ഉയർത്താവോ? Are you here with faith? നിങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്ന വിശ്വാസത്തിലാണോ? If you have come here with faith, then when you go back, you will not be the same. നിങ്ങൾ വിശ്വാസത്തോടെയാണ് ഈ പകൽക്കാലം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മടങ്ങി പോകുമ്പോൾ വെറുതെ മടങ്ങി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. Because this message is going to transform your life. കാരണം ഈ പ്രസംഗം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. Mark chapter 5, there are 3 incidents Mark introduces here. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 3 സംഭവങ്ങളാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. Number 1, healing the demon possessed man. ഭൂതഗ്രസ്തനെ യേശു സൗഖ്യമാക്കുന്നു. Number 2, healing a woman from flow of blood. രണ്ടാമത്തേത് രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെ യേശു സൗഖ്യമാക്കുന്നു. The third incident is raising Jairus' daughter from the death. മൂന്നാമത്തേത് യായിറോസിന്റെ മകളെ യേശു ഉയർപ്പിക്കുന്നു. These are the 3 incidents Mark introduces in the chapter 5. ഈ 3 കാര്യങ്ങളാണ് മർക്കോസ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. The first incident opens this chapter opens with Jesus casting out the demon possessed man. ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ യേശു ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്ന സംഭവമായിട്ടാണ്. When we look at the life of that person who was possessed with the demon, നമ്മൾ ആ ഭൂതഗ്രസ്തന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ everybody had given him up. എല്ലാവരും കൈവിടപ്പെട്ട ഒരു വ്യക്തി. The chains could not hold him up. ചങ്ങലകൾക്ക് അവനെ ബന്ധിച്ചിടാൻ കഴിഞ്ഞില്ല. His family could not help him. അവന്റെ കുടുംബത്തിന് അവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. The society pushed him into the tomb. സമൂഹം അവനെ ഒരു കല്ലറയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. But with one word, എന്നാൽ ഒറ്റ വാക്കുകൊണ്ട് Jesus set him free. യേശു അവനെ സ്വതന്ത്രനാക്കി. With just one word, Jesus set him free. ഒറ്റ വാക്കുകൊണ്ട് യേശു അവനെ സ്വതന്ത്രനാക്കി. Coming to the second incident, രണ്ടാമത്തെ സംഭവത്തിലേക്ക് നാം ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ, the second story, Jesus heals a woman who was suffering from flow of blood. രക്തസ്രാവമുള്ള സ്ത്രീയെ യേശു സൗഖ്യമാക്കുന്നു. Today, that is what my meditation is going to be. അതാണ് എന്റെ പ്രസംഗ വിഷയം. The third incident, Jesus is raising a little girl. മൂന്നാമത്തേത് യേശു ഒരു ബാലികയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. So Mark is teaching something in the first story. മർക്കോസ് ആദ്യമേ തന്നെ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. Jesus has authority over demon. യേശുവിന് ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളതായി കാണിക്കുന്നു. The second story proves that Jesus has authority over sickness. രണ്ടാമത്തെ സംഭവം നാം നോക്കുകയാണെങ്കിൽ യേശുവിന് രോഗത്തിന്മേൽ അധികാരമുള്ളതായി കാണിക്കുന്നു. The third story tells us that Jesus has authority over death. മൂന്നാമത്തെ സംഭവം നാം നോക്കുകയാണെങ്കിൽ യേശുവിന് മരണത്തിന്മേൽ അധികാരമുള്ളതായി കാണിക്കുന്നു. So these 3 stories are very important. ഈ 3 കഥകളും വളരെ പ്രധാനപ്പെട്ടതാണ്. And one more thing, Mark chapter 5 is known as a chapter of faith. ഈ 5-ാം അധ്യായം അറിയപ്പെടുന്നത് വിശ്വാസത്തിന്റെ അധ്യായമായിട്ടാണ് അറിയപ്പെടുന്നത്. Can everybody say chapter of faith? വിശ്വാസത്തിന്റെ അധ്യായം ചേർന്ന് പറഞ്ഞാട്ടെ. Because the first man came from the tomb to see Jesus with faith. ആദ്യത്തെ വ്യക്തി ശവക്കല്ലറയിൽ നിന്ന് വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. Secondly, the woman who was suffering from flow of blood, she came to Jesus with faith. രണ്ടാമത്തേത് രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് വിശ്വാസത്തോടെ കടന്നു വരുന്നു. Jairus also came to Jesus with faith. യായിറോസും യേശുവിന്റെ അടുക്കലേക്ക് വിശ്വാസത്തോടെ കടന്നു വരുന്നു. That is why we say Mark chapter 5 is a chapter of faith. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം പറയുന്നത് വിശ്വാസത്തിന്റെ അധ്യായം എന്ന്. Today you are going to start a new chapter which is the chapter of faith. ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം ആരംഭിക്കാൻ പോവുകയാണ്, വിശ്വാസത്തിന്റെ അധ്യായം. Let us come back. Now after casting out the demon, യേശു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയതിനു ശേഷം Jesus was sitting near the sea. യേശു ഒരു കടലിനരികെ ഇരിക്കുകയായിരുന്നു. And a synagogue ruler who was named Jairus, he came to Jesus. പള്ളിപ്രമാണിയായ യായിറോസ് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. He was a leader, ruler of synagogue. He came to Jesus and fell at the feet of Jesus. ഈ പള്ളിപ്രമാണിയായ യായിറോസ് യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിന്റെ കാൽക്കൽ വീഴുകയാണ്. This is something unusual. ഇത്
സാധാരണയായി നടക്കുന്ന ഒരു സംഭവമല്ല. Usually, synagogue leaders, they used to oppose the teaching of Jesus Christ. സാധാരണയായി പള്ളി പ്രമാണികൾ യേശുവിന്റെ ഉപദേശത്തേക്ക് എതിർത്തവരായിരുന്നു. But when death entered the house of Jairus, the family could not help him. മരണം യായിറോസിന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ കുടുംബത്തിന് അവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. Synagogue could not help him. ദേവാലയത്തിന് അവന്റെ സമൂഹത്തിന് അവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. Religion could not help him. മതത്തിന് അവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. His position could not help him. അവന്റെ സ്ഥാനത്തിന് അവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. His influence could not help him. അവന്റെ സ്വാധീനത്തിന് അവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. But Jesus helped him. എന്നാൽ യേശു അവനെ സഹായിച്ചു. Now Jesus accepted the request of Jairus. ഇപ്പോൾ യേശു യായിറോസിന്റെ അപേക്ഷ സ്വീകരിച്ചു. Why? Because at the house of Jairus, his daughter is about to die. യായിറോസിന്റെ വീട്ടിൽ യായിറോസിന്റെ മകൾ മരണത്തോട് പോരാടുകയാണ്. So Jairus came and fall at the feet of Jesus, and Jesus accepted the request, and they were going towards the house of Jairus. യായിറോസ് വന്ന് യേശുവിന്റെ കാൽക്കൽ വീഴുന്നു. യായിറോസിന്റെ അപേക്ഷ യേശു സ്വീകരിച്ച് ഒന്നിച്ചവർ യായിറോസിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. Now, while Jesus was going towards the house of Jairus, there was a huge crowd. യായിറോസിന്റെ വീട്ടിലേക്ക് യേശു കടന്നു പോകുമ്പോൾ യേശുവിന്റെ പിന്നാലെ ഒരു വലിയ പുരുഷാരം കൂടെയുണ്ട്. Jairus also was with Jesus. യായിറോസും യേശുവിന്റെ കൂടെയുണ്ട്. It was a big crowd. വലിയൊരു പുരുഷാരം അവരുടെ കൂടെയുണ്ട്. Everybody knew where Jesus was going. എല്ലാവർക്കും അറിയാം യേശു യായിറോസിന്റെ വീട്ടിലേക്കാണ് കടന്നു പോകുന്നത്. Jairus also knows where Jesus was going. യായിറോസിനും അറിയാം യേശു എവിടേക്കാണ് പോകുന്നതെന്ന്. But in the middle of the journey, എന്നാൽ ഈ യാത്രയുടെ മധ്യത്തിൽ one person reached out to Jesus. ഒരു വ്യക്തി യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. Jesus was going to perform a great miracle at the house of Jairus. ഒരു വലിയൊരു അത്ഭുതം നടത്താനാണ് യേശു യായിറോസിന്റെ വീട്ടിലേക്ക് പോകുന്നത്. Everybody noticed Jairus. എല്ലാവരും യായിറോസിനെയാണ് നോക്കുന്നത്. The society fully they knew about the sadness of Jairus. സമൂഹം മുഴുവൻ യായിറോസിന്റെ വേദന അറിയുന്നു. But nobody looked at the woman. ആരും ഈ സ്ത്രീയെ മനസ്സിലാക്കുന്നില്ല. Nobody knew about that woman. ആർക്കും ആ സ്ത്രീയെ അറിയത്തുമില്ല. Everybody noticed the pain of Jairus. എല്ലാവരും യായിറോസിന്റെ വേദന അറിഞ്ഞു. But suddenly this woman interrupt on the way of Jesus. പെട്ടെന്ന് ഈ സ്ത്രീ യേശുവിന്റെ യാത്രയുടെ മധ്യേ ഈ യാത്രയിൽ ജോയിൻ ചെയ്തു. Nobody noticed the pain, the physical pain of her. ആരും ആ സ്ത്രീയുടെ ശാരീരിക വേദന മനസ്സിലാക്കിയില്ല. Nobody noticed the emotional pain of that woman. ആരും ആ മാനസിക വേദന മനസ്സിലാക്കിയില്ല. Jairus had influence. യായിറോസിന് സ്വാധീനമുണ്ട് സമൂഹത്തിൽ. Jairus had a good status in the society. യായിറോസിന് ബഹുമാനമുണ്ട് സമൂഹത്തിൽ. But this woman only had shame. ഈ സ്ത്രീക്ക് സമൂഹത്തിൽ ഒരു വിലയുമില്ല. But Jesus knew her. എന്നാൽ യേശു അവളെ അറിഞ്ഞു. With one touch. ഒറ്റ സ്പർശനം കൊണ്ട്. With just one touch. ഒറ്റ സ്പർശനം കൊണ്ട്. She touched one time. ആ സ്ത്രീ ഒരിക്കൽ മാത്രമേ യേശുവിനെ തൊട്ടുള്ളൂ. Jesus stopped there. യേശു അവിടെ നിന്നു. Jesus recognized her. യേശു അവളെ തിരിച്ചറിഞ്ഞു. Nobody recognized her. ആരും അവളെ തിരിച്ചറിഞ്ഞിരുന്നില്ല. Everybody knows about Jairus. എല്ലാവർക്കും യായിറോസിനെ അറിയാമായിരുന്നു. Everybody knew about the pain of Jairus. യായിറോസിന്റെ വേദന എല്ലാവർക്കും അറിയാമായിരുന്നു. But nobody noticed the pain of the woman. ആരും ആ സ്ത്രീയുടെ വേദന അറിഞ്ഞിരുന്നില്ല. But when she touched Jesus, എന്നാൽ ആ സ്ത്രീ യേശുവിനെ തൊട്ടപ്പോൾ Jesus recognized her. യേശു അവളെ തിരിച്ചറിഞ്ഞു. Jesus knew her. യേശു അവളെ തിരിച്ചറിഞ്ഞു. Jesus stopped on the middle of the way. യേശു ആ യാത്ര മധ്യേ അവിടെ നിന്നു. So my first point is a touch that led to a divine recognition. ഒരു സ്പർശനം ദൈവിക തിരിച്ചറിവിലേക്ക് നയിച്ചു. It was a crowded area. ഒത്തിരി ജനക്കൂട്ടമുള്ള ഒരു സ്ഥലമായിരുന്നു. Many people touched Jesus. ഒത്തിരി പേർ യേശുവിനെ തൊട്ടു. But Jesus did not recognize them. യേശു എല്ലാവരെയും തിരിച്ചറിഞ്ഞില്ല. But when she touched her, എന്നാൽ ആ സ്ത്രീ യേശുവിനെ തൊട്ടപ്പോൾ, but when she touched Jesus, സ്ത്രീ യേശുവിനെ തൊട്ടപ്പോൾ he recognized Jesus recognized her. ദൈവം അവളെ തിരിച്ചറിയുവാൻ ഇടയായി. So let's come back. So Jesus suddenly stopped. യേശു അവിടെ നിന്നു. And asked, who touched me? എന്നിട്ട് ചോദിച്ചു, ആരാ എന്നെ തൊട്ടത്? And disciples were confused. ശിഷ്യന്മാർ ആശയക്കുഴപ്പത്തിലായി. Because
because it was a big crowd. കാരണം ഒരു വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. The disciples had no idea. Everybody was touching Jesus. ശിഷ്യന്മാർ പറഞ്ഞു, എല്ലാവരും നിന്നെ സ്പർശിക്കുന്നുണ്ട്. How can we tell who touched you? എങ്ങനെ ഞങ്ങൾക്ക് പറയാൻ കഴിയും ആരാ നിന്നെ തൊട്ടതെന്ന്? But Jesus again said, somebody touched me. യേശു പിന്നെയും പറഞ്ഞു, ആരോ എന്നെ തൊട്ടു. Jesus knew the difference. യേശുവിന് ആ വ്യത്യാസം അറിയാമായിരുന്നു. Jesus knew the difference of touch. യേശുവിന് ആ സ്പർശനത്തിന്റെ വ്യത്യാസം അറിയാമായിരുന്നു. The woman came and touched Jesus with faith. ആ സ്ത്രീ വന്ന് യേശുവിനെ തൊട്ടത് വിശ്വാസത്തോടു കൂടെ ആയിരുന്നു. Everybody touched Jesus. എല്ലാവരും യേശുവിനെ തൊട്ടു. Somebody touched Jesus with curiosity. ചിലർ ആകാംക്ഷയോടെ യേശുവിനെ തൊട്ടു. You know, Thomas also touched Jesus. തോമസും യേശുവിനെ സ്പർശിച്ചു. Do you know the story? നിങ്ങൾക്ക് ആ കഥ അറിയാവോ? Apostle Thomas touched Jesus out of doubt. സംശയത്തോടെയാണ് തോമസ് യേശുവിനെ തൊട്ടത്. But this woman touched Jesus with faith. എന്നാൽ ഈ സ്ത്രീ യേശുവിനെ തൊട്ടത് വിശ്വാസത്തോടെയാണ്. Did you notice the difference between the touch? ഇവിടെ ആ വ്യത്യാസം നമുക്ക് കാണുവാൻ കഴിയും. She was hiding and coming towards Jesus as a stranger. ഒരു അപരിചിതയെ പോലെ ആ സ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. She did not want to talk to Jesus. അവൾക്ക് യേശുവിനോട് She did സംസാരിക്കണമെന്നുണ്ടായിരുന്നില്ല. not want to stop Jesus. യേശുവിനെ അവിടെ നിർത്തണമെന്നും അവൾക്കുണ്ടായിരുന്നില്ല. She did not want a public healing. അവൾക്കൊരു എല്ലാവരും അറിയുന്ന ഒരു വിടുതലും വേണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നില്ല. I believe there are many people here sitting here like that woman. എനിക്കറിയാം ഒത്തിരി പേർ ആ ഒരു സ്ത്രീയെ പോലെ ആ ഒരു അവസ്ഥയിലായിരിക്കുന്ന ഒത്തിരി പേർ ഈ പകൽക്കാലം ഇവിടെ ഉണ്ടെന്ന്. Some of our pains are visible outside. ചില വേദനകൾ മറ്റുള്ളവർക്ക് അറിയാമായിരിക്കാം. Some of our pains are hidden inside. ചില വേദനകൾ നമ്മുടെ ഉള്ളിൽ തന്നെ മറഞ്ഞിരിക്കുകയാണ്. Nobody notice our pain that is going on inside of us. നമ്മുടെ മനസ്സിലുള്ള വേദന ആർക്കും അറിയത്തില്ല. People may see our smile but never know our struggle. നമ്മുടെ മുഖത്തുള്ള ചിരി മാത്രമായിരിക്കാം മറ്റുള്ളവർ കാണുന്നത്. They may know our success but not the tears. നമ്മുടെ വിജയം മാത്രമായിരിക്കും അവർ കാണുന്നത്, നമ്മുടെ കണ്ണുനീർ അവർ കാണുന്നുണ്ടായിട്ടില്ല. But Jesus knew the silent prayer of that woman. യേശു എന്നാൽ അവളുടെ ഉള്ളിലെ ആ വേദന തിരിച്ചറിയുവാൻ ഇടയായി. One more thing is interesting. ഒരു രസകരമായ ഒരു സംഭവം കൂടി അവിടെയുണ്ട്. Jairus came to Jesus first. യായിറോസ് ആണ് യേശുവിന്റെ അടുക്കൽ ആദ്യം കടന്നു വരുന്നത്. According to this story, Jairus is the first person who came to Jesus. ഈ കഥ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ യായിറോസ് ആണ് യേശുവിന്റെ അടുക്കലേക്ക് ആദ്യം കടന്നു വരുന്നത്. Jairus spoke to Jesus. യായിറോസ് യേശുവിനോട് സംസാരിച്ചു. He begged to Jesus for a healing. യായിറോസ് യേശുവിനോട് അപേക്ഷിച്ചു ഒരു സൗഖ്യത്തിനായിട്ട്. Jesus agreed to go with him. യേശു അത് അംഗീകരിച്ചു യായിറോസിനോടൊപ്പം പോവാൻ. Logically speaking, we would expect first miracle to happen at the house of Jairus. ചിന്തിക്കുകയാണെങ്കിൽ ആദ്യം വിടുതൽ നടക്കുന്നത് യായിറോസിന്റെ ഭവനത്തിലാണ്. But the woman who came later, എന്നാൽ പിന്നീട് വന്ന ആ സ്ത്രീയുടെ സ്ത്രീ who never spoke a single word, ഒരു വാക്ക് പോലും യേശുവിനോട് സംസാരിച്ചില്ല. but just one touch. എന്നാൽ യേശുവിനെ സ്പർശിച്ചിട്ട് മാത്രമേ ഉള്ളൂ. She did not speak a word. ഒരു വാക്ക് പോലും അവൾ യേശുവിനോട് സംസാരിച്ചില്ല. She did not pray. അവൾ പ്രാർത്ഥിച്ചില്ല. But with one touch, എന്നാൽ ഒറ്റ സ്പർശനത്തിൽ Jesus recognized her. യേശു അവളെ തിരിച്ചറിയുവാൻ ഇടയായി. How many of you are here with that kind of faith? ആ ഒരു വിശ്വാസത്തോടെ എത്ര പേർ ഈ പകൽക്കാലമായിരിക്കുന്നു? If you are here with that kind of faith, Jesus is going to heal you and he is going to recognize you. ആ ഒരു വിശ്വാസത്തോടെ ഈ പകൽക്കാലം നിങ്ങൾ ആയിരിക്കുകയാണെങ്കിൽ യേശു നിങ്ങളെ സൗഖ്യമാക്കുവാൻ പോവുകയാണ്. My second point, a touch led to restoration. ഒരു സ്പർശനം വീണ്ടെടുപ്പിലേക്ക് നയിച്ചു. In those days, ആ കാലഘട്ടത്തിൽ because of her condition, അവളുടെ രോഗാവസ്ഥ അനുസരിച്ച് she was considered as unclean. അവളെ അശുദ്ധ എന്നാണ് സമൂഹം കണക്കാക്കിയിരുന്നത്. Anyone who touches her will also become unclean. ആരെങ്കിലും അവളെ തൊട്ടാൽ അവരും അശുദ്ധ എന്ന് കണക്കാക്കപ്പെടും. Anybody who touches her also will become unclean according to the law. അവിടെ ആ കാലത്തെ നിയമം അനുസരിച്ച് ആരെങ്കിലും അവളെ സ്പർശിച്ചാൽ അവരും അശുദ്ധയായിട്ട് കണക്കാക്കപ്പെടും. She did not join in the synagogue for worship. അവൾ പള്ളിയിൽ ആരാധനയ്ക്ക് പോകത്തില്ലായിരുന്നു. She did not come in the public. അവൾ സമൂഹത്തിൽ കടന്നു വരത്തില്ല. She was not allowed to come in the public. അവൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പൊതുവിൽ കടന്നു വരാനായിട്ട്. She was living a complete isolated life. അവൾ ഒരു ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നു. Rejected by the society. സൊസൈറ്റിയാൽ തള്ളപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. People completely avoided her. സമൂഹം അവളെ
തള്ളപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. But with just one touch, എന്നാൽ ഒറ്റ സ്പർശനത്തിലൂടെ Jesus restored her life. യേശു അവളുടെ ജീവിതം മാറ്റി എഴുതുവാനിടയായി. Nobody loved her. ആരും അവളെ Nobody സ്നേഹിച്ചിരുന്നില്ല, accepted her. ആരും അവളെ അംഗീകരിച്ചിരുന്നില്ല. No, her family, she was kicked out from her family. അവളുടെ കുടുംബത്തിൽ നിന്ന് അവളെ പുറത്താക്കപ്പെട്ടു. Her entire life changed because of that one touch. ഒറ്റ സ്പർശനത്തിലൂടെ അവളുടെ ജീവിതം മുഴുവൻ മാറുവാനിടയായി. She got her life back spiritually. ആത്മീകമായി അവളുടെ ജീവിതം അവൾക്ക് തിരികെ കിട്ടി. She got her life physically. ശാരീരികമായി അവളുടെ ജീവിതം അവൾക്ക് തിരികെ കിട്ടി. She got her life back socially. സമൂഹത്തിൽ അവൾക്ക് അവളുടെ ജീവിതം തിരികെ കിട്ടുവാനിടയായി. Are you somebody who is living in that kind of situation? ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ആരെങ്കിലും ഈ പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നു? Are you somebody who is living in isolation ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ആരെങ്കിലും ഈ പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നു? because of your inability, നിങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ട്, because you lack something? നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ട്, If you are here with the faith, നിങ്ങൾ വിശ്വാസത്തോടെ ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ God is going to restore your life back. നിങ്ങളുടെ ജീവിതം ദൈവം പുനഃസ്ഥാപിക്കാൻ പോവുകയാണ്. How many of you believe that? എത്ര പേർ വിശ്വസിക്കുന്നു? My dear church, are you here with the faith? നിങ്ങൾ വിശ്വാസത്തോടെ ആയിരിക്കുന്നു. If you are here with the faith, നിങ്ങൾ വിശ്വാസത്തോടെയാണ് ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ, if you have come here by faith, നിങ്ങൾ വിശ്വാസത്തോടു കൂടിയാണ് ഇവിടെ കടന്നു വന്നെങ്കിൽ, Jesus is going to restore your life back. യേശു നിങ്ങളുടെ ജീവിതത്തെ പുനഃസ്ഥാപിക്കാൻ പോവുകയാണ്. You will never be the same again. നിങ്ങൾ കടന്നു വന്നതുപോലെ മടങ്ങി പോകാൻ ദൈവം അനുവദിക്കില്ല. Lift up your hands and say hallelujah. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. My third point, എന്റെ മൂന്നാമത്തെ ചിന്തയിലേക്ക് നമുക്ക് a കടക്കാം. touch led to public testimony. ഒരു സ്പർശനം പൊതു സാക്ഷ്യത്തിലേക്ക് നയിച്ചു. Jesus asked, who touched me? യേശു ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? Not because Jesus did not know, യേശുവിനെ അറിയാം ആരാ യേശുവിനെ തൊട്ടതെന്ന്. but Jesus wanted everyone to hear the story. എന്നാൽ യേശുവിന് എല്ലാവരും ആ സാക്ഷ്യം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. The woman did not want her testimony to be known by the people ആ സ്ത്രീക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല അവളുടെ സാക്ഷ്യം എല്ലാവരും അറിയണമെന്ന്. because it was a bad testimony. ഒരു മോശമായ അനുഭവമായിരുന്നു അത്. But Jesus wanted her testimony to be in public. എന്നാൽ യേശുവിന് ആ സാക്ഷ്യം എല്ലാവരും അറിയണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. That is why Jesus said, who touched me? അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, ആരാണ് എന്നെ തൊട്ടതെന്ന്. She came hidingly. അവൾ ഒളിച്ചാണ് അവിടേക്ക് കടന്നു വന്നത്. She came to Jesus with a bad testimony. ഒരു മോശമായ അനുഭവത്തോടെയാണ് ആ സ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നത്. She did not want others to know her testimony. മറ്റുള്ളവർ അവളുടെ സാക്ഷ്യം അറിയണമെന്ന് അവൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. Because for 12 years she only had shame. 12 വർഷം അവളുടെ ജീവിതത്തിൽ അവൾക്ക് ലജ്ജ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. Now Jesus rewrote the testimony of that woman. എന്നാൽ ഇപ്പോൾ യേശു അവളുടെ ജീവിതത്തെ മാറ്റി എഴുതുവാനിടയായി. Jesus rewrote her testimony. അവളുടെ സാക്ഷ്യത്തെ യേശു മാറ്റി എഴുതുവാനിടയായി. With just one touch, Jesus rewrote her testimony. ഒരു സ്പർശനത്തിലൂടെ അവളുടെ ജീവിതത്തെ മാറ്റി എഴുതുവാനിടയായി. Today some of your testimony is going to be rewritten by God. ഈ പകൽക്കാലം നിങ്ങളുടെ സാക്ഷ്യത്തെ ദൈവം മാറ്റി എഴുതുവാൻ പോവുകയാണ്. I know many people are sitting here എനിക്കറിയാം ഒത്തിരി പേർ ആ ഒരു അനുഭവത്തിൽ ഈ പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നുവെന്ന്. with a bad testimony. You don't want others to know. ഒരു മോശ അനുഭവത്തിലൂടെ മറ്റുള്ളവർ അറിയേണ്ട, എന്റെ ജീവിതം ആരും അറിയേണ്ട എന്നുള്ള അനുഭവത്തിൽ ആരെങ്കിലും ഈ പകൽക്കാലം ആയിരിക്കുന്നുവെങ്കിൽ, My dear people, your bad testimony will be rewritten by Jesus. നിങ്ങളുടെ മോശമായ അനുഭവത്തെ ദൈവം മാറ്റി എഴുതുവാൻ പോവുകയാണ്. Are you somebody who do not have education like your friends do? നിങ്ങളുടെ കൂട്ടുകാരെ പോലെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണോ? Are you somebody who do not have a financial stability just like your neighbors? നിങ്ങളുടെ ചുറ്റുപാടുള്ളവരെ പോലെ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവരാണോ? Are you somebody having bad testimony? ഒരു മോശമായ അനുഭവമുള്ള വ്യക്തിയാണോ നിങ്ങൾ? If you come in the presence of the Lord with the faith like that woman, Jesus is going to rewrite your testimony. നിങ്ങൾ വിശ്വാസത്തോടെ യേശുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ യേശു നിങ്ങളുടെ ജീവിതത്തെ മാറ്റി എഴുതുവാൻ ഇടയാകും. He is going to rewrite your testimony. നിങ്ങളുടെ സാക്ഷ്യത്തെ അവൻ മാറ്റി എഴുതുവാൻ ഇടയാകും. Not only will he rewrite your testimony, നിങ്ങളുടെ സാക്ഷ്യത്തെ മാത്രമല്ല മാറ്റി എഴുതാൻ പോകുന്നത്, he is going to let others know your testimony. മറ്റുള്ളവർ നിങ്ങളുടെ സാക്ഷ്യം തിരിച്ചറിയത്തക്ക വിധത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. Can you lift your hands and say hallelujah? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. My third point is a touch led to freedom. ഒരു സ്പർശനം അവളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. A touch led to freedom.
സ്പർശനം സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. She was a woman who lost her freedom for 12 years. 12 വർഷം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു അവൾ. No doctors, according to the scripture, no doctors could give freedom to her. ബൈബിൾ നാം പരിശോധിക്കുകയാണെങ്കിൽ ഒരു വൈദ്യനും അവളെ സഹായിക്കാൻ കഴിഞ്ഞില്ല. No priest could give her freedom. ഒരു പള്ളി പ്രമാണിക്കും അവളെ സഹായിക്കാൻ കഴിഞ്ഞില്ല. But Jesus set her free. എന്നാൽ യേശു അവൾക്ക് സ്വാതന്ത്ര്യം നൽകുവാനിടയായി. Freedom is only found in the name of Jesus. സ്വാതന്ത്ര്യം യേശുവിൽ കൂടെ മാത്രമേ ഉള്ളൂ. In the world you cannot find freedom. ലോകത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കത്തില്ല. The real freedom is found only in the name of Jesus. യഥാർത്ഥ സ്വാതന്ത്ര്യം യേശുവിൽ കൂടെ മാത്രമേ ലഭിക്കത്തുള്ളൂ. Freedom is not found in any other name. മറ്റൊരിടത്തും നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കത്തില്ല. In any other name you cannot find freedom. മറ്റൊരിടത്തും നമുക്ക് സ്വാതന്ത്ര്യം കാണുവാൻ സാധിക്കത്തില്ല. No other name we can find freedom. മറ്റൊരിടത്തും നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കത്തില്ല. But only in the name of Jesus we can find freedom. എന്നാൽ യേശുവിൽ നിന്ന് മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കത്തുള്ളൂ. Take a moment to touch Jesus with faith. വിശ്വാസത്തോടെ അവനെ സ്പർശിക്കാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ, Are you ready? നിങ്ങൾ തയ്യാറാണോ? Then your bondages are going to be broken. നിങ്ങളുടെ അതിരുകൾ പൊട്ടുവാൻ പോവുകയാണ്. Which is tied up by the devil. This morning it is going to be broken. സാത്താൻ കെട്ടിയ അതിരാണെങ്കിലും അത് ഈ പകൽക്കാലം പൊട്ടുവാൻ പോവുകയാണ്. And Jesus is going to set you free forever. യേശു നിങ്ങളെ സ്വതന്ത്രമാക്കാൻ പോവുകയാണ്. Do you believe that? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Jesus is going to set you free. യേശു നിങ്ങളെ സ്വതന്ത്രമാക്കാൻ പോവുകയാണ്. And my fourth point, my final point. അവസാനത്തെ ചിന്തയിലേക്ക് നമുക്ക് തിരിയാം. A touch led to new identity. ഒരു സ്പർശനം പുതിയ വ്യക്തിത്വത്തിലേക്ക് നയിച്ചു. Repeat after me. A touch led to new identity. എന്നോട് കൂടെ ചേർന്ന് പറഞ്ഞാൽ ഒരു സ്പർശനം പുതിയ വ്യക്തിത്വത്തിലേക്ക് നയിച്ചു. Amen. For the 12 years, 12 വർഷം society labeled her as an unclean woman. സമൂഹം അവളെ അശുദ്ധ എന്ന് മുദ്ര കുത്തിയിരുന്നു. She had many labels. ഒരുപാട് മുദ്രകൾ അവളുടെ ജീവിതത്തിൽ അവൾക്ക് ലഭിച്ചു. She was labeled as unwanted. ആർക്കും വേണ്ടാത്തവളെന്ന് അവളെ മുദ്ര കുത്തി. She was labeled as untouchable. ആരും അവളെ തൊട്ടുകൂടാ എന്നുള്ള മുദ്ര അവളുടെ മേലുണ്ടായിരുന്നു. She was labeled as untouchable. ആരും അവളെ തൊട്ടുകൂടാ എന്നുള്ള മുദ്ര അവളുടെ മേലുണ്ടായിരുന്നു. But in front of the same people എന്നാൽ ആ ജനത്തിന് മുൻപിൽ തന്നെ who labeled her with a lot of titles, ഒത്തിരി മുദ്രകൾ അവളുടെ ജീവിതത്തിൽ നൽകിയ ആ ജനത്തിന് മുൻപിൽ തന്നെ Jesus is giving a new identity to her. യേശു അവൾക്ക് ഒരു പുതിയ വ്യക്തിത്വം നൽകുവാനിടയായി. Society called her unclean. സമൂഹം അവളെ അശുദ്ധ എന്ന് വിളിച്ചു. But Jesus is calling her my daughter. യേശു അവളെ മകളെ എന്ന് വിളിക്കുവാനിടയായി. I repeat this. I don't know how many of you are understanding. Society gave her lot of labels. സമൂഹം അവൾക്ക് ഒത്തിരി മുദ്രകൾ നൽകിയിരുന്നു. She was unclean. അവൾ അശുദ്ധ. Not allowed in the society. അവളെ സമൂഹത്തിൽ അനുവദിച്ചിരുന്നില്ല. Not allowed in the synagogue. ദേവാലയത്തിൽ അവൾക്ക് കടപ്പാൻ അനുവാദമില്ലായിരുന്നു. She was not even accepted in the society and community. സമൂഹത്തിൽ അവൾ അംഗീകരിക്കപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു. And nobody knew her. ആർക്കും അവളെ അറിയത്തില്ലായിരുന്നു. But Jesus called daughter. എന്നാൽ യേശു അവളെ മകളെ എന്ന് വിളിക്കുവാനിടയായി. When I read this, I became emotional. ഞാൻ ഇത് വായിച്ചപ്പോൾ ഞാൻ ഇമോഷണൽ ആവാനിടയായി. Because the way Jesus called her, nobody recognized her. ആരും അവളെ തിരിച്ചറിയാത്തൊരു വ്യക്തിയായിരുന്നു. Nobody identified her. ആരും അവളെ തിരിച്ചറിയാത്തൊരു വ്യക്തിയായിരുന്നു. But Jesus stopped there. He was very busy, but he stopped there. യേശു അവിടെ നിന്നു അവളെ അറിയുവാനിടയായി. And she called my daughter. യേശു എന്നിട്ട് അവളെ വിളിക്കുവാനിടയായി എന്റെ മകളെ എന്ന്. You are not just someone I healed, but you are someone I love. യേശു അവളെ സൗഖ്യമാക്കിയ ഒരു വ്യക്തി മാത്രമല്ലായിരുന്നു, യേശു അവളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടെയായിരുന്നു. I know most of you are sitting here with different kinds of label. ഒത്തിരി മുദ്രകളുമായി ഈ പകൽക്കാലം നിങ്ങൾ ആയിരിക്കുന്നുണ്ടാവാം. I am a failure. ഞാനൊരു തോൽക്കപ്പെട്ട വ്യക്തിയാണ്. I am uneducated. എനിക്ക് വിദ്യാഭ്യാസമില്ലാത്തൊരു വ്യക്തിയാണ്. I am bankrupt. എനിക്ക് കടബാധ്യതയുള്ള വ്യക്തിയാണ്. I am divorced. ഞാൻ വിവാഹമോചിത വ്യക്തിയാണ്. I am not accepted in the society. സമൂഹത്തിൽ എനിക്കൊരു അംഗീകാരമില്ലാത്ത വ്യക്തിയാണ്. The world will give you different labels. ലോകം നിങ്ങൾക്ക് പല മുദ്രകളും നൽകിയേക്കാം. But if you are here with faith, എന്നാൽ ഈ
പകൽക്കാലം നിങ്ങൾ വിശ്വാസത്തോടെ ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ you are sons and daughters of Christ. നിങ്ങൾ ദൈവത്തിന്റെ മകനും മകളുമാണ്. Today Jesus is going to label you. He is going to give you a new identity. ദൈവം നിങ്ങൾക്ക് ഒരു പുതിയ വ്യക്തിത്വം നൽകാൻ പോവുകയാണ്. In front of the same people who labeled her, പല ലേബലുകൾ നൽകിയ അതേ ജനത്തിന് മുന്നിൽ Jesus called daughter. യേശു അവളെ മകളെ എന്ന് വിളിക്കുവാൻ ഇടയായി. This is the final thought. ഇതാണ് അവസാനമായി പറയുന്നത്. I want all of you to listen carefully. എല്ലാവരും ശ്രദ്ധയോടെ എന്നെ കേട്ടിരിക്കുക. The demon possessed man came from the tomb. ഭൂതഗ്രസ്തനായ മനുഷ്യൻ ശവക്കല്ലറയിൽ നിന്നാണ് കടന്നു വന്നത്. The demon possessed man at least had a place to come from. ഭൂതഗ്രസ്തനായ മനുഷ്യന് ഒരു സ്ഥലം ഉണ്ടായിരുന്നു കടന്നു വരുവാനായിട്ട്. Jairus had synagogue. യായിറോസിന് ഒരു പള്ളി ഉണ്ടായിരുന്നു. He had family. അവന് കുടുംബമുണ്ടായിരുന്നു. He had a daughter. അവനൊരു മകൾ ഉണ്ടായിരുന്നു. But എന്നാൽ this woman ഈ സ്ത്രീക്ക് did not have a house. സ്വന്തമായ ഒരു വീട് ഉണ്ടായിരുന്നില്ല. Mark did not tell her background. മർക്കോസ് ഇവിടെ അവളുടെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നില്ല. Mark did not tell about her family. അവളുടെ കുടുംബത്തെ പറ്റി മർക്കോസ് ഇവിടെ എഴുതിയിട്ടില്ല. Mark did not tell about her situation. അവളുടെ സാഹചര്യത്തെ പറ്റി മർക്കോസ് ഇവിടെ എഴുതിയിട്ടില്ല. Mark is not revealing the identity of that woman. അവളെ പറ്റി ഒന്നും ഇവിടെ മർക്കോസ് എഴുതിയിട്ടില്ല. Mark did not recognize even her name. അവളുടെ പേര് പോലും മർക്കോസ് ഇവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. But Jesus is calling her daughter. എന്നാൽ യേശു അവളെ മകളെ എന്ന് വിളിക്കുവാനിടയായി. When you meet Jesus, Jesus is going to give you a new identity. നിങ്ങൾക്ക് പുതിയ വ്യക്തിത്വം നൽകാൻ പോവുകയാണ്. In front of the same people who rejected you, തള്ളപ്പെട്ട അതേ വ്യക്തികളുടെ മുന്നിൽ, in front of the same people who give you different labels, പല മുദ്രകൾ നൽകപ്പെട്ട അതേ ജനത്തിന് മുൻപിൽ Jesus is going to call you my dear son, my dear daughter. യേശു നിങ്ങളെ എൻ്റെ മകളെ എൻ്റെ മകനെ എന്ന് വിളിക്കാൻ പോവുകയാണ്. Jesus is going to give you a new testimony. ഒരു പുതിയൊരു സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകുവാൻ പോവുകയാണ്. With one touch, Jesus recognized her. ഒരു സ്പർശനത്തിലൂടെ യേശു അവളെ തിരിച്ചറിയുവാനിടയായി. With just one touch, Jesus recognized her. ഒരു സ്പർശനത്തിലൂടെ യേശു അവളെ തിരിച്ചറിയുവാനിടയായി. With just one touch, Jesus restored her life back. ഒരു സ്പർശനത്തിലൂടെ അവളുടെ ജീവിതത്തെ ദൈവം പുനഃസ്ഥാപിക്കുവാനിടയായി. With just one touch, Jesus rewrote her testimony. ഒരു സ്പർശനത്തിലൂടെ അവളുടെ സാക്ഷ്യത്തെ ദൈവം മാറ്റി എഴുതുവാനിടയായി. With just one touch, Jesus set him free. ഒറ്റ സ്പർശനത്തിലൂടെ യേശു അവളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനിടയായി. With just one touch, Jesus gave her a new identity. ഒറ്റ സ്പർശനത്തിലൂടെ പുതിയൊരു വ്യക്തിത്വം അവൾക്ക് ലഭിക്കുവാനിടയായി. All this happened because of that one touch. ഇതെല്ലാം നടന്നത് ഒറ്റ സ്പർശനത്തിലൂടെയാണ്. And that touch was the result of faith. അത് വിശ്വാസത്തിന്റെ ഫലമായിരുന്നു. When faith meet Jesus, വിശ്വാസത്തോടെ അവൾ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു listen to me വന്നപ്പോൾ, carefully, you are going to be set free. ശ്രദ്ധയോടെ എന്നെ കേൾക്കുക. When Jesus met with faith, വിശ്വാസത്തോടെ അവൾ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ a power came out of Jesus Christ. ഒരു ശക്തി യേശുവിൽ നിന്ന് പുറപ്പെടുവാനിടയായി. How many of you want to feel that power in your life? എത്ര പേർക്ക് ആ ശക്തി പകൽക്കാലം വേണം? Do you have that faith today? ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ? If you have that faith, നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ Jesus is going to recognize you. യേശു നിങ്ങളെ തിരിച്ചറിയുവാൻ പോവുകയാണ്. If you have that faith, നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ Jesus is going to restore your life back. നിങ്ങളെ ദൈവം റിസ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. If you have that faith, നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ Jesus is going to give you a new identity. പുതിയൊരു വ്യക്തിത്വത്തെ നൽകുവാൻ പോവുകയാണ്. If you have that faith, നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ Jesus is going to rewrite your testimony. നിങ്ങളുടെ സാക്ഷ്യത്തെ ദൈവം മാറ്റി എഴുതുവാൻ പോവുകയാണ്. Let us stand up for a moment. എല്ലാവർക്കും മതസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. Jesus is going to restore your life back. നിങ്ങളുടെ ജീവിതത്തെ ദൈവം മാറ്റി എഴുതുവാൻ പോവുകയാണ്. Your life is not going to be the same again. നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആയിരിക്കത്തില്ല ഇനി. Just like how the woman was recognized by Jesus, Jesus is going to recognize each one of your life today. യേശു എങ്ങനെയാണോ ആ സ്ത്രീയെ തിരിച്ചറിഞ്ഞത് അതേപോലെ യേശു നിങ്ങളെ തിരിച്ചറിയാൻ പോവുകയാണ്. My dear people, എന്നെ കേൾക്കുന്ന ദൈവജനമേ, my dear church, ദൈവസഭയെ, Jesus restore her life completely, not a physical healing alone, but
her life was entirely restored. അവളുടെ ജീവിതം പൂർണ്ണമായി ദൈവം വീണ്ടെടുപ്പാൻ ഇടയായി. Do you have that faith? ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ? If you have that faith, നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ടെങ്കിൽ you will witness miracle. നിങ്ങൾ അത്ഭുതം കാണുവാൻ ഇടയാകും. If you have that faith, നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ടെങ്കിൽ this morning you are going to witness miracle in ഈ your life. പകൽക്കാലം നിങ്ങൾ അത്ഭുതം